അഗ്രി ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഹെഡ് ഓഫീസായ വൈപ്പിരി നേഴ്സറിയിൽ നിന്ന് സാധനം കയറ്റിയിട്ട് നമ്മുടെ മറ്റ് നേഴ്സറിയായ ചെറുപുഴയിലേക്ക് സാധനം കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം ചെറുപുഴ നേഴ്സറിയും നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ചെറുപുഴ നേഴ്സറി സാധനങ്ങൾ അങ്ങനത്തെ പരിപാടിയെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് കയറ്റി കഴിയാറായി. ഞാനിപ്പോൾ അത് കാണിക്കാം. വെക്കാൻ പറ്റൂലേ? ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞു. വണ്ടിയിൽ ഫുൾ ലോഡായി. ഇനി നമ്മൾ ചെറുപുഴയിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ പാറുവച്ചും കൂടെ വരുന്നുണ്ട്. ഞാൻ പാറുവച്ചിന് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. പാറുവച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കും. നേരെ ചെറുപുഴയിൽ സാധനം ഇറക്കുക, തിരിച്ചിങ്ങോട്ട് വരിക. ഇതാണ് ഇന്നത്തെ പരിപാടി. പാറുവച്ച് വരുന്നുണ്ട്. പോവല്ലേ എന്നാലേ? ഹലോ, മോശമില്ല. നീ ഞാൻ ഇത് നോക്കിയോ? എന്താ കുഞ്ഞി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെറുപുഴ ടൗൺ തുടങ്ങും. ഇതാണ് നമ്മുടെ ചെറുപുഴയിലെ നേഴ്സറി. വില എല്ലാത്തിനും എഴുതിയല്ലോ. നേഴ്സറിയിൽ ഈ ഫ്രണ്ട് സൈഡിൽ ഇവിടെ വെച്ചിരിക്കുന്നത് കവുങ്ങൊക്കെയാണ്. കവുങ്ങ്, കശുമാവ്, പിന്നെ അവിടെ റംബുട്ടാൻ്റെ തൈ, പിന്നെ വള്ളിത്തല, പിന്നെ ആ ഭാഗമെല്ലാം പ്ലാവ്, തെങ്ങിൻ തൈ, പിന്നെ കാപ്പിത്തൈ ഉണ്ട്. ഇവിടെ വേറെ കശുമാവ്, അവിടെ കൊക്കയുണ്ട്, കൊക്കോ, പിന്നെ കാട്ടുകടുക്ക, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഭാഗത്ത്. പിന്നെ അവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ. പിന്നെ അടീന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഹാങ്ങിങ് പോട്ട്സ്, ചെടികൾ, അതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് വാഴത്തൈയുണ്ട്. ഇത് വേറെ ഇനത്തിൽപ്പെട്ട കവുങ്ങ് തൈയാണ് ഇവിടെ ഉള്ളത്. അപ്പുറത്ത് വേറെ ഇനം. പിന്നെ റംബുട്ടാൻ്റെ കുറച്ച് തൈയുണ്ട് ഇവിടെ. പിന്നെ മാവ്, സപ്പോട്ട, അവിടെ എല്ലാം മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചാക്കിലുള്ളത് ചകിരിച്ചോറാണ്. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഇവിടെയും കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ ഇടയ്ക്ക് സ്റ്റോക്ക് വന്ന കുറച്ച് ചെടികളാണ് ഇതിൽ കുറച്ച് ഉള്ളത്. പിന്നെ അപ്പുറം കടപ്ലാവ്, കുറച്ച് റോസ്, അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചെറുപുഴയിലെ നേഴ്സറിയുടെ കാഴ്ചകളൊക്കെ. പിന്നെ ഇവിടെ ഇതാ പച്ചക്കറി തൈക്ക് ഇവിടെയാണ്. ഇവിടെ ഉണ്ട് കുറച്ച് മാവ് കാര്യങ്ങൾ. അതിൻ്റെ ബാക്കിലേക്കും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. തോന്നുന്നു ചട്ടികൾ കാര്യങ്ങളെല്ലാം കുറച്ച് കുറവാണ് ഇപ്പം. സാധനങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി വരണം. ഇനി ബാംഗ്ലൂർ പോയി ചട്ടി സാധനമൊക്കെ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ചെറുപുഴയിലെ നേഴ്സറിയിലെ.
നമ്മുടെ ചെറുപുഴയിലെ റബ്ബർ തൈ ഇവിടെയാണ് നമ്മുടെ ഇവിടുത്തെ റബ്ബർ തൈ കാര്യങ്ങളെല്ലാം വെക്കുന്നത്. ഈ സൈഡിലുണ്ട്, ഇപ്പുറവും വെക്കാറുണ്ടായിരുന്നു. പണ്ട് നമ്മൾ റബ്ബർ വെച്ചുകൊണ്ടിരുന്ന ഈ ഭാഗത്തായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അവിടെ എല്ലാം ഈ നെറ്റ് മഴക്കാലത്ത് കാറ്റ് വീശിയിട്ട് നല്ല കാറ്റും മഴയത്ത് നെറ്റ് സംഭവങ്ങളെല്ലാം വീണ് ആ സൈഡിൽ അങ്ങനെ ഒന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് നമ്മൾ റബ്ബർ കാര്യങ്ങളെല്ലാം പിന്നെ ഇപ്പം ഇങ്ങോട്ടേക്കാക്കി. ഇവിടെയാണ് റബ്ബർ വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓർഡർ വരുന്ന അനുസരിച്ചാണ് നമ്മൾ വൈപ്പിരത്ത് നിന്ന് റബ്ബർ ഇവിടെ കൊണ്ട് വെക്കുക. നിങ്ങൾക്ക് റബ്ബർ ഇപ്പം നല്ലോണം ഒന്നും കാണാൻ സാധിക്കില്ല. നമ്മൾ ഇവിടെ ആൾക്കാർ എടുക്കാൻ വരുന്ന അനുസരിച്ച് ഇപ്പം നാളെ ഒരു 100 തൈ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന 100 തൈ വെക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പം നമ്മൾ കൊണ്ടുവന്ന ലോഡ് ഇറക്കി തിരിച്ചങ്ങോട്ടേക്ക് ലോഡ് കുറച്ച് കയറ്റി എല്ലാം ഓക്കെ ആയി തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും അപ്പോൾ ബൈ.